ഹരി ഓം. ഞാൻ ഭരത് ശർമ്മ, ഇതിനു മുമ്പ് സംസാരിച്ച ഗുരുദാസ്ജിയുടെ മകനാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്കെല്ലാവർക്കും വിജയദശമി ആശംസകൾ അർപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിന് മുമ്പ് സംസാരിച്ചവരിൽ നിന്നും എന്നെ വ്യത്യസ്തനാക്കുന്നത് അവരെല്ലാം ആത്മാർത്ഥമായി സാധന ചെയ്യുന്നവരായിരുന്നു. ഞാൻ ആ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞ ഭാഗവും കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഭാഗവും എന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ കാര്യമായ ഒരു പ്രയത്നം ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് എൻ്റെ ടോക്കിൽ നിന്ന് ബാക്കിയുള്ളവരായിട്ട് വരാം. അപ്പോൾ എനിക്ക് ഇന്നിവിടെ ഒരു ചെറിയ കൺസെപ്റ്റ് പറയണമെന്നുള്ള ഒരാഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സാധനയിലേക്ക് വരുന്ന കാര്യവും വന്നിട്ട് അതിൽ നിന്ന് മുകളിലേക്ക് വന്ന കാര്യങ്ങളും എല്ലാം ഇവിടെ ഇതിനു മുമ്പ് വന്നവർ പറഞ്ഞു. എനിക്ക് ഇവരിൽ നിന്നെല്ലാം ഒരു ലക്കി ആയിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ എല്ലാം ഒരു വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വീട് പണി നടത്തി ബേസ്മെൻ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ കട്ട വെച്ച് കെട്ടി ഒരു പരുവായതിന് ശേഷമാണ് നമ്മൾ ഈ കെട്ടിയതൊന്നും അല്ല വീട്, എനിക്ക് വേണ്ടുന്ന വീട് ഇങ്ങനല്ല എന്ന് മനസ്സിലാക്കിയത്. അവർ പിന്നെ മൊത്തം പൊളിച്ച് മാറ്റി ബേസ്മെൻറ്റോടെ മാറ്റി പുതിയൊരു കൺസ്ട്രക്ഷൻ ആരംഭിച്ച് അതിൽ പടുത്ത് മുകളിലോട്ട് വന്നവരാണ്. എനിക്കുണ്ടായൊരു ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു നല്ല ലേ ഔട്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ അതെങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൺസെപ്റ്റ് ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ് പ്രായത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുവിനെ കാണുന്നത്. ഉറപ്പായിട്ടും അച്ഛൻ, ഗുരുദാസ്ജി, അതേപോലെ പ്രേമ ടീച്ചർ, ഗിരീഷ് അങ്കിൾ, നന്ദൻജി അങ്കിൾ, അങ്ങനെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അവരുടെ ആ ഒരു ലെവലൊന്നും അല്ലെങ്കിലും ആ ഒരു സമയത്ത് എനിക്ക് ഗുരുവിനെ കാണാൻ പറ്റി. അതുകൊണ്ട് അവർ ആ സമയത്ത് മെഡിറ്റേഷൻ തുടങ്ങി, കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ആ ഒരു പ്രായത്തിലും ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബേസ്മെൻറ്റ്, ആ പ്രീ റിക്വസ്റ്റിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റി. ഒരു പോസിറ്റീവ് തോട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അതൊരു തേർഡ് പേഴ്സണായിട്ട് നിന്ന് കണ്ട് അതിനെങ്ങനെ നേരിടാം എന്നുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ എന്താണ് ഗുരു, അല്ലെങ്കിൽ എന്താണ് ഗുരു എന്ന് മൊത്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ, ആ ഒരു ബേസ്, അത് ഒരു ഐഡിയ കിട്ടാനുള്ള ഒരു ചാൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. അതേപോലെ ദൈവം എന്താണെന്നായാലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ്, ബ്രഹ്മത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ആയാലും, മണിക്കൂറുകളോളം ക്ലാസ് അല്ലെങ്കിൽ ഡേ ഫുള്ളായിട്ടുള്ള ക്ലാസ് ഞാൻ മൊത്തമായിരുന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. പക്ഷേ എവിടെയോ 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന ആ പയ്യൻ്റെ മനസ്സിൽ എവിടെയോ ചെറിയൊരു ഐഡിയ അന്ന് തൊട്ടേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ബേസ് പ്ലാൻ ഓൾമോസ്റ്റ് സെറ്റ് ആയതുകൊണ്ട്, അതിപ്പോൾ കറക്റ്റാണ്, ഫുള്ളായിട്ട് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. അതിന് മെഡിറ്റേഷൻ അല്ലെങ്കിൽ സാധന ചെയ്യേണ്ടിയിരിക്കുന്നു. ചെയ്ത് കഴിയുമ്പോൾ റെക്ടിഫിക്കേഷൻസ് വരാം. പക്ഷേ ഇവർക്ക് കഷ്ടപ്പെടേണ്ടി വന്ന പോലെ ആ മൊത്തത്തിലുള്ള പൊളിച്ചു മാറ്റൽ എന്തായാലും എനിക്ക് ചെയ്യേണ്ടി വരില്ല എന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം കുറേയൊക്കെ ബേസ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ചേഞ്ചസ് വരുത്തേണ്ടി വരും, ഉറപ്പാണ്. അത് നടത്തി മുന്നോട്ട് പോയാൽ മതിയായിരിക്കാം. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം, ഭാഗ്യം, അത് മുൻജന്മകൃതം എന്ത് വേണമെങ്കിൽ പറയാം, അത് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത് ഇതാണ്: നമ്മൾ വരുന്നു, നമ്മളുടെ കുട്ടികൾ അവരാണ് ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. 4, 6 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സുള്ള പിള്ളേർ വരുന്നുണ്ട്. അവർക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന പ്രയോജനം വളരെയധികമാണ്. ഈ നല്ല കാര്യങ്ങളോ പലതും നേരത്തെ കേൾക്കുക, എങ്ങനെയാണ് ഒരു കാര്യത്തെ കാണേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറ്റിയ തെറ്റുകൾ അവർക്ക് പറ്റാതിരിക്കും. അങ്ങനെ പറ്റാതിരുന്നാൽ നമ്മൾ കുറേ കഷ്ടപ്പാടുള്ള കടന്നു പോയി കാണും. ആ ഒരു സ്റ്റേജിലെത്താൻ അത്രേ അവർക്ക് വേണ്ടി വരില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ അത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുക. കാരണം ഈ ഒരു അറിവ് പകർന്നു കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ നിലനിൽക്കണം. എല്ലാവർക്കും മനസ്സിലാവണം എന്താണ്, എങ്ങനെ ആകണം. അങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കുക. എനിക്കിവിടെ ഇത്രയും സാധകരുണ്ട്,
അവരെല്ലാം ഓരോ എക്സാമ്പിളാണ്. അതിൽ നിന്നെല്ലാം പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ആ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ടേം അതെനിക്ക് ട്രൈ ചെയ്യാം. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം എന്ന് പറയാൻ പറ്റത്തില്ല, ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ മാക്സിമത്തിലേക്ക് എത്തിക്കുക. അത് പെട്ടെന്ന് തന്നെ എത്തട്ടെ, കൺസിസ്റ്റൻസി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ